ഹായ്, നമസ്കാരം. ഞാൻ ജിത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അടയാണ്. അപ്പോൾ ചിക്കൻ അടയ്ക്ക് ആവശ്യമായ സാധനം വെച്ചാൽ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൈദ ആവശ്യമുണ്ട്, മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്, അതുതന്നെ കുരുമുളക് പൊടി ആവശ്യമുണ്ട്, മല്ലിപ്പൊടി ആവശ്യമുണ്ട്, മുളക് പൊടി, പിന്നെ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് ആവശ്യമുണ്ട്, പിന്നെ ഗരം മസാല, പിന്നെ ഓയിലും വേണം നമുക്ക്. പിന്നെ നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചത് കുറച്ച് വേണം. പിന്നെ നമുക്ക് മീഡിയം സൈസ് ഒരു 2 സവോളയും കൂടി ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്കിനി ആദ്യം നമുക്ക് ചിക്കൻ നല്ല പീസ് നോക്കിയിട്ട്, അതായത് നമുക്ക് ഇറച്ചിയുള്ള പീസ് നോക്കി ആദ്യം എടുക്കാം. ഇറച്ചി എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബോയിൽ ചെയ്യാനുള്ളതാണ്. ബോയിൽ ചെയ്യുന്ന നമുക്ക് എല്ല് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ചിക്കൻ കഴുകി നമുക്ക് നല്ല ചിക്കൻ നോക്കിയെടുത്ത് നമുക്ക് എടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 1/2 സ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇത് നമുക്കിനി ശകലം വെള്ളമായിട്ട് ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് ബോയിൽ ചെയ്തെടുക്കാം. അന്നേരത്തേക്ക് നമുക്ക് മൈദ നമുക്ക് കുഴയ്ക്കണം. കുഴച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരുവാക്കി വെക്കണം. അപ്പോൾ അതും നമുക്ക് ചെയ്യാം. ഒരു 250 ഗ്രാമോളം മൈദ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു ശകലം ഉപ്പ് നമുക്ക് ഇടണം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശരിക്കും നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നമുക്ക് ശകലശം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശകലമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മൈദ നമുക്ക് ഒരു ചപ്പാത്തി പരുവായിട്ടുണ്ട് കുഴച്ച്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് നമുക്കിത് ഒരു 1/2 മണിക്കൂറത്തേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും നല്ലൊന്ന് സ്മൂത്താക്കിയ ശേഷം ഒരു 1/2 മണിക്കൂറത്തേക്ക് നമുക്ക് ഇവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉള്ളി അരിയാനുണ്ട്, അതിൻ്റെ പച്ചമുളക്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അരിയാം. അങ്ങനെ നമ്മൾ 2 ഉള്ളിയും 2 മീഡിയം സൈസ് ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് 2 പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഉള്ളി ചെറുതായിട്ട് 2 ഉള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, സവോള, അത് നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മളൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിക്ക് നല്ലൊരു റെഡ് കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് ശകലം പേസ്റ്റ് ആഡ് ചെയ്യാനുണ്ട്, ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ശകലം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ശകലം നമുക്ക് ഒരു 1-1.5-2 ടീസ്പൂണിലോളം മതി. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഇതാക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക.
ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഞാൻ, എരിവുള്ള പച്ചമുളക്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ മൂക്കണം, നല്ല മൂത്ത് നല്ല ചുമന്ന കളറായി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർക്കേണ്ടതായിട്ടുണ്ട്. പൊടിച്ച പെരിഞ്ജീരകം 1 ടീസ്പൂണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്തു. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാലയും നമ്മൾ ആഡ് ചെയ്തു. ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് പൊടിയൊക്കെ നല്ല മൂത്ത് ചെയ്യുമ്പോൾ നല്ല കളറാവും. ആ കളറാവുന്നിടം വരെ നമുക്കൊന്ന് ഓക്കെ, നല്ല കളറായി വരുന്നുണ്ട്. അപ്പോൾ നല്ല കളറാവുന്നിടം വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം നല്ല കളറായി. പൊടിയൊക്കെ മൂത്തൊരു നല്ലൊരു മണം വരും. ആ ഒരു മണം വരുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കുക. പൊടി കരിഞ്ഞു പോകാണ്ട് നോക്കുക. ചിക്കൻ ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം കുറച്ച് നമുക്ക് കുറച്ച് നേരം അധികം വെക്കണം, നന്നായിട്ട് വേവേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബോയിൽ ചെയ്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ല് മാറ്റി റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനിയിപ്പോൾ നമ്മൾ ചെയ്ത മസാലയിലേക്ക് ആഡ് ചെയ്യാം. മസാലയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി നല്ലപോലെ തവി കൊണ്ട് പൊടിച്ച് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ അത്യാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ പൊടിച്ചിട്ടുണ്ട്. ഈ പൊടിച്ചത് നമുക്ക് മൈദ പരത്തി അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളമായി നമ്മുടെ മൈദ കുഴച്ച് വെച്ചിട്ട് അത് നമുക്കിനി എടുക്കാം. നമുക്ക് ശകലമായിട്ട് മൈദ ഇങ്ങനെ ഒരു ചെറിയ പീസാക്കി എടുക്കുക. പിന്നെ നമുക്കതൊന്ന് പരത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശകലം നമുക്ക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് അധികം ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തുക. പിന്നെ അധികം കട്ടി കുറയരുത്, അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് പരത്തുക. നമുക്ക് ചെറിയ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുപ്പീൻ്റെ അടപ്പാണ് എടുത്തത്. ഈ കുപ്പി അടപ്പ് വെച്ച് നമുക്ക് കറക്റ്റ് വൃത്തത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്തതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഇപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. നമുക്ക് നമ്മൾ മസാല ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത ശേഷം ഇവിടെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. എല്ലാം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരെണ്ണം ഇതിനകത്ത് വലുതാണ്. അപ്പോൾ കുറച്ച് മസാല കൂടുതൽ വന്നു. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി വലുതാക്കിയിട്ട് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടാവുന്ന നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം.
എണ്ണ നന്നായിട്ട് ചൂടായിട്ടിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 3 വെച്ചാണ് ഇടുന്നത്, അതായത് അതിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇടാം, അപ്പോൾ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വേവേണ്ടതായിട്ടുണ്ട്. നമുക്കങ്ങനെ എണ്ണയിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് മറിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കളറൊക്കെ മാറുമ്പോൾ അറിയാം. അപ്പോൾ അതേപോലെ മറിച്ചൊന്ന് കൊടുക്കുക. അപ്പോൾ ഉള്ളിലെ മസാലയൊക്കെ വെന്തുകൊണ്ട് നമുക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊന്ന് ആ മൈദ ജസ്റ്റ് കളർ മാറുമ്പോൾ നമുക്കറിയാം നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് അത് ഊറ്റിയെടുക്കാവുന്നതാണ്. നമുക്കിങ്ങനെ കളർ മാറുന്ന കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ കളറ് മാറുമ്പോഴാണ് നമ്മൾ മറിച്ചിടുക. അപ്പോൾ 2 ഭാഗത്തും ഒരേപോലെ കളർ വന്നതിന് ശേഷം നമുക്ക് ഇതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എണ്ണയൊക്കെ ഊറിപ്പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ പാത്രത്തിലേക്കൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നമ്മുടെ ചിക്കനട റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചിക്കനട ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കനട റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രം നമ്മളെ എണ്ണയ്ക്കകത്ത് തിരിച്ച് മറിച്ച് വിടുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല മുരിഞ്ഞ് നല്ലൊരു ഇതിൽ കിട്ടും, കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ.